ഇന്നറിയാം രാജ്യം ആര് ഭരിക്കുമെന്ന്. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇത് തുടർച്ചയായ മൂന്നാം ഊഴമായിരിക്കുമോ, അതോ ഇന്ത്യ സംഘത്തിന് ബലങ്ങൾ മാറ്റിമറിക്കാൻ കഴിയുമോ? കേരളത്തിൽ ഇക്കുറി BJP അക്കൗണ്ട് തുറക്കുമോ? 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം ഇന്ന് പുറത്തുവരും. വോട്ടെണ്ണൽ രാവിലെ 8 മണിക്ക് ആരംഭിച്ചു. എക്സിറ്റ് പോൾ ഫലങ്ങൾ BJP നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യത്തിന് വ്യക്തമായ ലീഡ് പ്രവചിക്കുന്നു. എക്സിറ്റ് പോൾ പ്രകാരം ദേശീയ ജനാധിപത്യ സഖ്യത്തിന് 355 മുതൽ 370 വരെ സീറ്റുകൾ ലഭിക്കുമെന്നും BJPക്ക് മാത്രം 305 മുതൽ 315 വരെ ലഭിക്കുമെന്നും പ്രവചിച്ചിരുന്നു. ഇന്ത്യ ബ്ലോക്ക് 125 മുതൽ 140 വരെ സീറ്റുകളിൽ എത്തുമെന്നും കോൺഗ്രസിന് 62-72 സീറ്റുകൾ ലഭിക്കുമെന്നും പറയുന്നു. എന്നിരുന്നാലും പ്രവചനം തള്ളിക്കളയുകയും താങ്കൾ 295-ലധികം സീറ്റുകൾ നേടുമെന്നും ഇന്ത്യ ബ്ലോക്ക് അവകാശപ്പെടുകയും ചെയ്തു. ലോക്സഭയിലെ 543 സീറ്റുകളിലേക്കുള്ള വോട്ടെടുപ്പ് ഏപ്രിൽ 19 മുതൽ ജൂൺ 1 വരെ 7 ഘട്ടങ്ങളിലായി രാജ്യത്തൊടുനീളം നടന്നിരുന്നു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 303 സീറ്റുകൾ നേടിയാണ് BJPയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടാം തവണയും അധികാരത്തിലേറിയത്. 2019 കോൺഗ്രസിന് 52 സീറ്റുകൾ മാത്രമായിരുന്നു ലഭിച്ചത്. 2019 തെരഞ്ഞെടുപ്പിൽ പശ്ചിമ ബംഗാളിലും കർണാടകയിലും BJP നേട്ടമുണ്ടാക്കിയിരുന്നു. 2024 പ്രധാനമന്ത്രി മോദി ചരിത്രപരമായ മൂന്നാം തവണയും ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആകുമോ എന്നാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. ഇന്ത്യയിലെ വോട്ടർമാരിൽ ഏകദേശം 97 കോടി രജിസ്റ്റർ ചെയ്ത വോട്ടർമാർ മാത്രമാണുള്ളത്. വോട്ടർമാരുടെ എണ്ണത്തിൽ ഇത് ലോകത്തിലെ ഏറ്റവും വലിയ കണക്കാണ്. 49.7 കോടി പുരുഷന്മാർ, 41.1 കോടി സ്ത്രീകൾ, 85 വയസ്സിന് മുകളിലുള്ള 82 ലക്ഷം വോട്ടർമാർ, 100 വയസ്സിന് മുകളിലുള്ള 2.18 ലക്ഷം വോട്ടർമാർ, 48,000 ട്രാൻസ്ജെൻഡറുകൾ, 19.1 ലക്ഷം സർവീസ് ഇലക്ടർമാർ, 1.8 കോടി ആദ്യ വോട്ടർമാരും 19.74 കോടി യുവ വോട്ടർമാരും എന്നിങ്ങനെയാണ് രാജ്യത്തെ ആകെ വോട്ടർമാരുടെ എണ്ണം.